Check my walk and the talk, got me close to you. Got the shades and the cap with my uniform too. ഹൗസ് ഇൻ മൈ ഹെഡ് എന്ന് പറയുന്ന ഒരു യൂസേജിനെ ഉള്ള കളിയാക്കലാണ്. ഞാനിവിടെ ഭയങ്കര ഫേമസ് ആണ്. MG സോളമൻ എന്ന് പറഞ്ഞ കൊച്ചുകുട്ടികളെ ഓടിച്ചിട്ടടിക്കും. അല്ല, കൊച്ചുകുട്ടികളെ അറിയും. ക്യാരിങ് ഹൗസ് ഇൻ മൈ ഹെഡ് എന്ന് പറയുന്ന ഒരു യൂസേജിനെ ഉള്ള കളിയാക്കലാണ്. Wherever I go, I take my house in my head. എന്താ ഷൈട്ട് പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. വിവരവും വിവേകവും ഇല്ലാത്തവനാണേ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു ഗ്രാമർ മിസ്റ്റേക്കോ ഒന്നുമില്ല. അഹങ്കാരം പറയല്ലോ. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റ് നിന്നു. Wherever I go, I take my house in my head. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. എല്ലാ പൈപ്പറും നല്ല അടിപൊളിയാ. ഞാൻ പറഞ്ഞ ചില പ്രയോഗങ്ങൾ മനസ്സിലാക്കാൻ മാത്രം അവരിങ്ങോട്ട് മുന്നോട്ട് വന്നിട്ടില്ല, വളർന്നിട്ടില്ല. എന്തരാണ് സാറേ ഇത്? ഇങ്ങനെയാണ് പിള്ളേരെ പഠിപ്പിക്കണത്. ഇങ്ങനൊരു ട്രോളും വിവാദവും ഒക്കെ ഉണ്ടാവാൻ കാരണം ഇതിൽ എന്താണെന്നാ ടീച്ചർ വിചാരിക്കുന്നത്? അതെനിക്ക് മനസ്സിലായില്ല സാറേ. അതില് പൊള്ളിക്കുന്ന രാഷ്ട്രീയമുണ്ട്. അത് തന്നെയാണ് അത് ഈ രീതിയിൽ കളിയാക്കപ്പെടുന്നത്. അതുകൊണ്ടാണല്ലോ ചിന്തിക്കുന്ന സ്ത്രീകളെല്ലാം അതിന് പിന്നിൽ ഒറ്റക്കെട്ടായിട്ടാണ് നിരുന്നത്. അപ്പൊ ചിലർ പറയുന്നു ഹോം ഫാമിലി എന്നൊക്കെയല്ല ഉപയോഗിക്കേണ്ടത്. അതല്ല എന്റെ ലക്ഷ്യം. ഇങ്ങനെ വെയിൽ കൊണ്ട് കോലം കടയേണ്ട ആളല്ല ഞാൻ. അങ്ങ് ദുബായിൽ ഷെയ്ക്കിന് അണ്ടറിൽ കഴിയേണ്ടവനാ ഞാൻ. വളരെ കൃത്യമായിട്ട് ആ ഫിസിക്കൽ സ്ട്രക്ചർ, സ്ത്രീയെ കൺഫൈൻ ചെയ്യുന്ന കൺഫൈൻമെന്റിന്റെ, എൻട്രാപ്മെന്റിന്റെ ആ ഫിസിക്കൽ സ്ട്രക്ചറിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയും. നമ്മളൊരു ഭാഷയിൽ ഗവേഷണം പൂർത്തിയാക്കി ഒരു PhD സ്വന്തമാക്കിയ ശേഷം നമുക്ക് ആ ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഈ വിമർശനത്തെ ഗൗരവമായി എടുക്കേണ്ടതുണ്ടോ? എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് അല്ല, അറബി പഠിച്ചാൽ പോലും ഇവന്റെ പ്രശ്നം മാറിയല്ല.